ഞാൻ അനോരഞ്ജി സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റൻസ്, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ പങ്കാളിയിൽ നിന്നും ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം, ഒരു കഥ പറയാം. എൻ്റെ അടുത്ത് വന്ന 2 ക്ലയൻസ്, ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്ന ഭർത്താവാണ്. അവർ തമ്മിൽ വളരെയേറെ സന്തോഷത്തോടെയും, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അവരുടേത്. 10 വർഷം കാലം അവർ വളരെയേറെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്ന് അവരുടെ ലൈഫിൽ ഒരു അകൽച്ചയുണ്ടായി. അപ്പം അതെന്താണ്? ആദ്യമൊക്കെ അവർ ഒത്തിരി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് സംസാരിക്കുകയും അന്ന് പകലുണ്ടായ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരുമിച്ചിരുന്ന് TV കാണുകയും സിനിമയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്ന അവര് പതുക്കെ അതിൽ നിന്നും പതുക്കെ അകലം, സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഭർത്താവിന് കൂടുതൽ സമയം ഭാര്യയുടെ അടുത്ത് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഫോണുമായിട്ടിരിക്കും. ഇവരെ അധികം മൈൻഡ് ചെയ്യുന്നില്ല, കുട്ടികളെ കളിപ്പിക്കുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിശബ്ദതയുണ്ടായി ആ വീട്ടില്. ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ അധികം പ്രശ്നമില്ലാതെ വൈഫ് മാനേജ് ചെയ്തു. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഭർത്താവിന്റെ ഒരു ഡിസ്റ്റൻസ്, തുറന്ന് സംസാരിക്കുന്നില്ല, അധികം പരിഗണന കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഇരുന്ന് ഒരുമിച്ച് TV കാണുന്നില്ല. അങ്ങനെ ഇവരുമായിട്ട്, ഫാമിലിയുമായിട്ട് അധികം സമയം ചെലവഴിക്കുന്നില്ല. ഒക്കെ അതൊരു വലിയ മാനസിക പ്രശ്നമായിട്ട് ഇവരിൽ ഉടലെടുത്തു. ഇവരധികം പിന്നെ സംസാരിക്കാതെയായി. അവരുടെ കാര്യങ്ങൾ, കുട്ടികളെ നോക്കി അവരെ ഒതുങ്ങി ലൈഫിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ അവർ വളരെയേറെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ വൈഫ് അധികം സംസാരിക്കുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല, ഭക്ഷണം അധികം കഴിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ കൗൺസിലിംഗ് സെന്ററിൽ ഗുഡ് ലൈഫിൽ കൊണ്ടുവന്നത്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഭർത്താവിൽ നിന്നുള്ള ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അവർക്ക് വളരെയേറെ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു അകൽച്ച അവർക്ക് വളരെയേറെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് എത്തിപ്പെട്ടു. സ്ട്രെസ് കൂട്ടി. അതുപോലെ തന്നെ അവരൊന്നും അല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കി. അത് അവർ തമ്മിലുള്ള ഒരു അകൽച്ചയിലേക്ക് വരികയും, പക്ഷെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, അവൾക്ക് എന്താ കുഴപ്പം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ ചെലവുകൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല അവർ ആഗ്രഹിച്ചിരുന്നത്. അവർ ഭർത്താവിന് അടുത്ത് കുറച്ചു നേരം ഇരിക്കാനും അദ്ദേഹത്തിന്റെ കെയർ കിട്ടാനും ഒക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. കൂടുതൽ സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഒന്ന് ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നീ വല്ലതും കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ച്, നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ഒരു കാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ കുറച്ച് പരിഗണന ഒക്കെ കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ മാറിയത്. അപ്പോൾ നമ്മൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ പലപ്പോഴും പല ബന്ധങ്ങളും തകർച്ചയിലേക്ക് പോകാറുണ്ട്. അപ്പൊ അത് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡീൽ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഒരു ദിവസം നമ്മൾ കുറച്ച് നാൾ നമ്മളുടെ ലൈഫിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അടുപ്പക്കുറവുണ്ടോ എന്ന്, ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അത് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് വളരെയേറെ ഇമ്പാക്ട് ഉണ്ടാകുന്നതിന് മുമ്പ് അതുണ്ടാകാനുള്ള സിറ്റുവേഷൻ എന്താണ് എനിക്കിപ്പോൾ കൂടുതൽ സമയം ഫാമിലി ആയിട്ട്, അപ്പൊ അത് വർക്കും ഫാമിലി ആയിട്ടുള്ള ബന്ധം, അത് ഫാമിലിയും ജോലിയുമായിട്ട് ഉള്ള ഒരു ബന്ധം നമ്മൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അത് മാറ്റാനായിട്ട് ആദ്യം ശ്രമിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്ന
വളരെയേറെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴുള്ള കുട്ടികളെയൊക്കെ ഉറക്കി അവരൊക്കെ കിടന്നതിന് ശേഷമാണെങ്കിൽ പോലും തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. പലപ്പോഴും അത് പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ എന്നെ ഇപ്പൊ പഴയ പോലെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ അടുക്കളയിൽ കിടന്ന് ചാകുകയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഭർത്താവിന്റെ ഒരു ഇമോഷൻ അല്ല അദ്ദേഹത്തിന്റെ ഒരു ഫീലിങ്സും കൂടെ മനസ്സിലാക്കി പറയാനായിട്ട് ശ്രമിക്കുക. തുറന്നു സംസാരിക്കുന്നത് എപ്പോഴും പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഓഫീസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ഭർത്താവിന് ഓഫീസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം രണ്ടുപേരുടെ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ ജോലിയെല്ലാം ചെയ്ത് ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും ഓഫീസിലേക്ക് ഓടുന്നത്. അവിടുത്തെ പ്രഷറും എല്ലാം കൊണ്ടും ഇത് രണ്ടും പലപ്പോഴും മാനേജ് ചെയ്യേണ്ട സ്ത്രീകൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു പിന്തുണ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ഓഫീസിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന വല്ല കാര്യങ്ങളുമാണോ. പിന്നെ പതുക്കെ പണ്ടത്തെ പോലെയല്ല, കുക്കിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളായി മുന്നോട്ട് പോകാതെ ആദ്യം തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായി വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് അതേ ദിവസം മുന്നോട്ട് പോകാതെ അത് രമ്യതയിൽ പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ വൈകാരിക അടുപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല കാര്യങ്ങളൊക്കെ, നല്ല കറിയൊക്കെ വെച്ച് തരികയാണെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് നല്ല കറിയാട്ടോ എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, അത് ഇന്ന് നല്ല കറിയായിരുന്നു പക്ഷെ ഇച്ചിരി ഉപ്പ് മുന്നോട്ടല്ലേ നിൽക്കുന്നേ എന്ന് ചോദിക്കുക. അതല്ലാതെ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പിന്നെ ഉള്ളത് ബൗണ്ടറീസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അധികം മുന്നോട്ട് പോകാതെ ശ്രമിക്കുക വഴക്കുകളൊക്കെ. പിന്നെ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ആയിട്ട് ഒരു സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അധികം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ അവർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം പ്രശ്നം ഈ സ്ട്രെസ് കൂടാനും ആൻസൈറ്റി ഡിപ്രഷനിലേക്കൊക്കെ പോകാനായിട്ട് സാഹചര്യം ഉണ്ടായത് ഇവർ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞത് അവർക്ക് വൈഫിന് വളരെയേറെ ബാധിച്ചതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കാനായിട്ട് എത്രയും വേഗം ശ്രമിക്കുക. അല്ലെങ്കിൽ അത് വൈകാരികമായിട്ടുള്ള ഈ ഒരു അകൽച്ച കൂടുകയും ഒന്ന് ഡിവോഴ്സിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എപ്പോഴും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് കാര്യത്തിലാണ് നമുക്കറിയാം എപ്പോഴും തെറ്റുകൾ സ്വാഭാവികമാണ് അല്ലേ, ആർക്കും തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെ തെറ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരാളെ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം എല്ലാവർക്കും ബലഹീനതകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ഫാമിലീസിൽ. അത് കൊണ്ട് തന്നെ പല കുടുംബ പ്രശ്നങ്ങളിലേക്ക് അവസാനം ഡിവോഴ്സിലേക്ക് തന്നെ നീളുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ ശ്രമിക്കുകയാണ് നമുക്ക് സാധിച്ചെങ്കിൽ, അത് ഡീൽ ചെയ്യാൻ നമ്മൾ സാധിച്ചെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ലൈഫ് വളരെ സുന്ദരമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.